ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സുരേഷ് ചാമിയാണ്. ടെക്കോറ മാർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഓൺലൈൻ ഷോപ്പിയുടെ ഫൗണ്ടറാണ്. ഇത് എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റായിരുന്നു. കാരണം നമ്മൾ ആമസോൺ എന്നൊക്കെ കേൾക്കാറുണ്ട്, അതായത് ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾക്ക് ഡെലിവറി കിട്ടാനുള്ള, ഒരുപാട് പേർക്ക് തൊഴിലും ഒരുപാട് പേർക്ക് വരുമാനം കിട്ടാനുള്ള ഒരു പ്രൊജക്റ്റാണ്. അതിൻ്റെ ഒരു സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞ 1-ാം തീയതി. ഇനി ഏപ്രിൽ 3-ാം തീയതി ഇതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് വരുന്നുണ്ട്. ഏകദേശം നല്ലൊരു ഇവൻ്റായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ കാണുന്ന എല്ലാവരും വരിക, കാരണം അതിൻ്റെ സമയം സ്ഥലമൊക്കെ പറയുന്നതായിരിക്കും. ടെക്കോറ മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു ക്യുക്കോമേഴ്സും വരുന്നുണ്ട്, ഇ കോമേഴ്സും വരുന്നുണ്ട്. ക്യുക്കോമേഴ്സ് പറഞ്ഞാൽ പെട്ടെന്ന് ഡെലിവറി കിട്ടാനുള്ള ഒരു പ്രക്രിയയാണ്. അതുപോലെ തന്നെ ഇ കോമേഴ്സും വരുന്നുണ്ട്. രണ്ടും ഇൻക്ലൂഡ് ആയിട്ടാണ് വരുന്നത്. വളരെ അഡ്വാൻസ് ടെക്നോളജിയിൽ നിർമ്മിച്ച ഒരു ആപ്ലിക്കേഷനും വെബ്സൈറ്റാണ് വരുന്നത്. അത് ഏകദേശം മാർച്ച് 15 കഴിയും. ഏപ്രിൽ 3-ാം തീയതിയാണ് എൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് വരുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ടെക്കോറ മാർട്ടിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ലൈവാണ്, ആപ്ലിക്കേഷൻ വരുന്നതുള്ളൂ. ഏപ്രിൽ 3-ാം തീയതി എല്ലാം കൂടെ നമ്മൾ നല്ലൊരു ലൈവാക്കി കൊണ്ടുവരുന്നുണ്ട്. അതുകൂടാതെ ക്രിപ്റ്റോ കറൻസി എന്നൊരു പ്രൊജക്റ്റിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ, അതായത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ ആദ്യമായിട്ട് നിർമ്മിച്ച ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ വലിയൊരു സാധ്യത, അതായത് ലോകത്തിൽ തന്നെ ഫിനാൻഷ്യലി വലിയൊരു റവല്യൂഷൻ കൊണ്ടുവന്നൊരു മേഖലയാണ് ക്രിപ്റ്റോ കറൻസി. അപ്പം നമ്മൾ സ്വന്തമായിട്ടൊരു ക്രിപ്റ്റോ കറൻസി നിർമ്മിച്ചിട്ടുണ്ട്. അത് DSC ടോക്കൺ എന്നാണ് പേര്. അതിനെ ഇന്ത്യയിൽ നമുക്ക് നിയമപരമായിട്ട് കൊണ്ടുവരാനും അതിൻ്റെ പെർമിഷൻ മേടിച്ചുകൊണ്ട് ടെക്കോറ മാർട്ടിലേക്ക് അത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. മലനാടൻ TV NGO മീഡിയ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടു, അതിനെക്കുറിച്ച് കുറച്ച് കേട്ടു. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ ദർശൻ നാഷണൽ ഇൻറ്റിഗ്രേഷൻ അവാർഡിൽ എന്നെ നോമിനേറ്റ് ചെയ്തതിൽ ഞാൻ വളരെ വളരെ ഹാപ്പിയാണ്. The world's first NGO media, Malanar TV India, selected and nominated eminent personalities, India Darshan National Integration Award. ഇന്ത്യയിലെ ആദ്യത്തെ NGO മീഡിയ എന്നാണ് നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ജീവകാരുണ്യ വാർത്താ ചാനൽ. ഇത് ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങി നമ്മൾക്ക് ചെയ്യാനായിട്ട് വലിയൊരു പ്രേരണ തന്നെ നൽകുന്നു. അതെനിക്കൊരു പുതിയ നോളജായിരുന്നു. ജയേഷ് ഭായിനെ ഞാൻ കണ്ടതിന് ശേഷം സംസാരിച്ചപ്പോൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങി ചെല്ലാനും പ്രവർത്തിക്കാനും ഒരു പ്രേരണ തന്നെ നൽകുന്നു. അത് പുതിയൊരു നോളജാണ് എനിക്ക്. എല്ലാവർക്കും ബിഗ് സല്യൂട്ട്, ബിഗ് താങ്ക് യു. നമ്മളെ ഇന്ത്യയിൽ ആമസോൺ എങ്ങനെയാണോ ലോകത്തിൽ നമ്പർ 1 ആയിരിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം, നിങ്ങളുടെ എല്ലാവരുടെയും പർച്ചേസും, നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം നമ്മൾ നല്ല സർവീസ് തരും. നമ്മൾ ഇന്ത്യയിലെ ഒരു നമ്പർ 1 ഓൺലൈൻ പ്ലാറ്റ്ഫോമാക്കി മാറ്റാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. You are watching Malanar TV India, the first national integration channel. This program brought to you by Parakat Nature Hotels and Resorts. DQ Face and Body Skin Friendly Soap. ICCS College of Engineering and Management. Mascom TMT 500D Steel Bars. പിന്തുടരാൻ ഒരു മികച്ച മാതൃക. എപ്പോഴും കിട്ടും, എവിടെയും കിട്ടും, എന്തും കിട്ടും. ടെക്കോറ മാർട്ട്, ടെക്കോറ മാർട്ട്. എല്ലാം കിട്ടും, ലാഭത്ത് കിട്ടും, സന്തോഷം കിട്ടും. ടെക്കോറ മാർട്ട്, ടെക്കോറ മാർട്ട്. India's most trusted e-commerce platform, टेकोरा मार्ट. Essentials at your fingertips.
എല്ലാവരും അകത്തോട്ട് കയറിയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കയറിയോ? നമുക്കൊരു വെൽക്കം ഡാൻസ് ആണ്. ആദ്യം തന്നെ ഒരു എന്റർടൈൻമെന്റ് ആണ്. വെൽക്കം ഡാൻസ് ആണ്. എല്ലാവരും ഇരിക്കുക, സീറ്റ്സുകളിൽ ഇരിക്കുക. എല്ലാവരും ദയവ് ചെയ്ത് നിങ്ങളുടെ സീറ്റുകളിൽ നിങ്ങൾ ഇരിക്കുക. നമുക്ക് ആദ്യം നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു ഡാൻസ് ആണ്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സീറ്റിലേക്ക് ഇരിക്കുക പ്ലീസ്. സീറ്റില്ലാത്ത ആളുകളാണോ നിൽക്കുന്നത്?
യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു. എന്ന ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ ഒരു കഴിവുകൊണ്ട് മാത്രമാണ് നിങ്ങളെ എല്ലാവരെയും ഈ പ്രോഗ്രാമിൽ ഇന്ന് എത്തിയിരിക്കുന്ന എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതിലുപരിയായിട്ട് നമ്മുടെ ഗ്രേറ്റ് CEO സുരേഷ് സാറ്, അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ ലീഡർമാർ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും എല്ലാവരുമായിട്ടും ആശയവിനിമയം നടത്താനും പറ്റിയ ഒരു അവസരമാണിത്. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പറയുന്നു. ഞാൻ സാധാരണക്കാരനായ ഒരു കുടുംബത്തിൽ ജനിച്ച് ഒരുപാട് കഷ്ടപ്പാടുകൾ
നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നു വന്ന് ഇന്ന് ഒരു ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന എനിക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വഴികാട്ടിയായത് എൻ്റെ ജ്യേഷ്ഠനും ആയ രാജലൻ സാറിലൂടെയാണ് ഞാൻ ഈ കമ്പനിയെക്കുറിച്ച് അറിയുന്നത്. ഞാൻ ഈ കമ്പനിയെക്കുറിച്ച് അറിഞ്ഞു. എൻ്റെ ആത്മാർത്ഥ സുഹൃത്തും ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാമിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ അയൽവാസിയുമായ ലതീഷ് സാറുമായിട്ട് സംസാരിക്കുകയും അങ്ങനെ നമ്മുടെ ഗ്രേറ്റ് CEO സുരേഷ് സാറിനെ മീറ്റ് ചെയ്യുകയും ചെയ്തു. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇല്ലേ, തിരിച്ചില്ലേ? താങ്ക് യു. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്നു. 80ാമത് വർഷം, 80 സുദിനങ്ങൾ, നമ്മൾക്ക് 80 വർഷങ്ങൾ കടന്നു പോയിരിക്കുന്നു ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട്. ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ നിന്നുകൊണ്ട് 2 വാക്കുകൾ സംസാരിക്കുവാനായിട്ട് കിട്ടിയ ഒരു അവസരത്തെ ഓർക്കുമ്പോൾ. നമ്മൾക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ ഭാവി അവിടുത്തെ ഭാവി തലമുറയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. വളരുന്ന തലമുറകളിലെ യുവാക്കളാണ് ഒരു രാജ്യത്തിൻ്റെ അമൂല്യ സമ്പത്ത് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭാവിയെ നിയന്ത്രിക്കുന്നത് കൃത്യമായിട്ടും അത്തരത്തിലുള്ള യുവാക്കൾ തന്നെയാണ്. വിവേകവും വിജ്ഞാനവും രാജ്യസ്നേഹവും കർമ്മശേഷിയും ഒക്കെയുള്ള ഉത്തമ പൗരന്മാരായി വളർന്നു വരുമ്പോൾ മാത്രമാണ് ഒരു രാജ്യത്തിൻ്റെ ഭാഗതയും ശോഭനമാവുന്നത്. മനുഷ്യന് മനുഷ്യനായിട്ട് ജീവിക്കുവാനും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ഉന്മൂലനം ചെയ്യുവാനും ചൂഷണങ്ങളും മർദ്ദനങ്ങളും അവസാനിപ്പിക്കുവാനും ജാതി വിദ്വേഷങ്ങളും മതഭ്രാന്തുകളും ഒക്കെ മാറ്റി ജീവിതത്തിൽ ഒരു വലിയ ഉയർച്ചയിലേക്ക് നമ്മൾക്കൊരു വിപ്ലവം സൃഷ്ടിച്ച ഒരു സുദിനം കൂടിയാണ് ഇനിയൊരു സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുന്നത്. ഈ ഒരു ദിനത്തിൽ കൃത്യമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ളൊരു റവല്യൂഷൻ തന്ന ഏറ്റവും വലിയൊരു ക്രിയേറ്ററുടെ മക്കളായിട്ടാണ് നമ്മളെല്ലാവരും ഇന്നോട് ഒത്തുചേർന്നിരിക്കുന്നത്. ഏറ്റവും പ്രിയങ്കരനായ ഈ കമ്പനിയുടെ MD, നമ്മുടെ എല്ലാം നടക്കാനും ജീവിക്കാനും സ്വപ്നം കാണാനും പഠിപ്പിച്ച ഇന്ന് ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ബിന്ധ്യ മാമിനും സുരേഷ് സ്വാമി സാറിനും ഒരു നിറഞ്ഞ ക്ലാപ്പ് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു സെഷനിലേക്ക് കിടക്കാം. കാരണം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ അല്ല. ഫ്രീഡം, യൂണിറ്റി, സക്സസ് ഇവയൊക്കെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കേട്ടു പോവാറുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഫ്രീഡമാണ്, ഐക്യം എന്ന് പറഞ്ഞാൽ യൂണിറ്റിയാണ്, സക്സസ് എന്ന് പറയുമ്പോൾ അത് വിജയമാണ്. പക്ഷേ പലപ്പോഴും നമ്മളതിനെ നോക്കിക്കാണുന്നത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ ലീഡർഷിപ്പിലുമൊക്കെ ഇവയ്ക്കൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അർത്ഥങ്ങളാണ് പലപ്പോഴും ഉള്ളത്. ഇവ പലപ്പോഴും പരസ്പര പൂരകങ്ങളായിട്ട് വരാറുണ്ട്. കാരണം ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫ്രീഡം എന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തെ പറ്റി നോക്കിക്കാണുന്നത് പലപ്പോഴും അവന് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യമെന്നായിരിക്കാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് എൻ്റെ ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണണമെന്ന് തീരുമാനിക്കുവാനുള്ള കഴിവ്, എൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ഫുൾഫില്ല് ചെയ്തുകൊണ്ട് കടന്നു പോകാനുള്ളൊരു സാഹചര്യം, പരിശ്രമങ്ങളിലൂടെ പ്രതിസന്ധികളെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് മുന്നേറുവാനുള്ളൊരു സാഹചര്യം, ഇവയൊക്കെയല്ലേ യഥാർത്ഥത്തിൽ ഫ്രീഡം എന്ന് പറയുന്നത്. അതിനും അപ്പുറത്തേക്കായിട്ട് ഒരു വ്യക്തിക്ക് എത്രമാത്രം വലിയ കഴിവുകളുണ്ടെങ്കിലും ശരി, അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വലിയ സ്വപ്നങ്ങളുണ്ടെങ്കിലും ഭയം എന്നൊരവസ്ഥ ആ വ്യക്തിയെ പിന്തുടരുന്നു എങ്കിൽ ഒരിക്കലും അവന് വ്യക്തമായ ഒരു വളർച്ചയിലേക്ക് കടന്നു പോകുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഈ ബിസിനസ്സിൻ്റെ തുടക്കകാലങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ പ്രിയങ്കരനായ രാജേഷ് കുമാർ സൂചിപ്പിച്ചു കഴിഞ്ഞു. കാരണം ഒരുപാട് പ്രതിസന്ധികളിലും ഒരുപാട് നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതിസന്ധികളിൽ തന്നെയാണ് ഈ പ്രൊജക്റ്റിൻ്റെ കാലഘട്ടങ്ങളിൽ നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. ഒരു അമരക്കാരനുള്ളൊരു പ്രൊജക്റ്റിൽ കൃത്യമായിട്ടും അത്തരത്തിലുള്ള ഭയപ്പാടുകൾക്കൊക്കെ മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ കൃത്യമായിട്ടും വ്യക്തമായ ഡയറക്ഷൻ തന്നുകൊണ്ട് നമ്മളെ സക്സസ്സിലേക്ക് നയിച്ചുകൊണ്ടിരുന്നൊരു മാനേജിംഗ് ഡയറക്ടറാണ് നമ്മുടെ ഈ CEO സുരേഷ് സ്വാമി സാർ അവർ. കൃത്യമായിട്ടും നമ്മൾക്ക് പറയാൻ പറ്റും ഈ ഭയം വെച്ചുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ മുന്നോട്ട് സക്സസ് ആവാനായിട്ട് സാധിക്കും. അവിടെയാണ് നമുക്കൊരു മെൻ്റൽ ഫ്രീഡം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് നമ്മൾക്കൊരു മെൻ്റൽ ഫ്രീഡത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുക? നമ്മൾക്ക് കൃത്യമായിട്ടും എന്നെക്കൊണ്ട് കഴിയും, ഞാൻ ശ്രമിക്കും, ഞാൻ പഠിക്കും, ഞാൻ വിജയിക്കും എന്നുള്ള ഉറച്ചൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഡിപെൻഡൻ്റായിട്ട് നമുക്കൊരു ഫ്രീഡം, ഒരു റെവല്യൂഷനിലേക്ക് നമ്മൾക്ക് പോകാനായിട്ട് സാധിക്കൂ എന്നാണ് ഫ്രീഡത്തെ ഞാൻ വിശ്വസിക്കുന്നത്. അതിനപ്പുറത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്റ്റാണ് നമ്മൾക്ക് യൂണിറ്റി അഥവാ ഐക്യം എന്ന് പറയുന്നത്. വലിയൊരു ഐക്യത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇവിടെ വലിയൊരു ചരിത്രം കുറിക്കുന്നത്. കാരണം ഈ യൂണിറ്റി എന്ന് പറയുമ്പോൾ ഐക്യമെന്നാണെങ്കിലും ഒരാൾക്ക് ഒരുമിച്ച് നിന്ന് ഒരാൾക്ക് ഒറ്റയ്ക്ക് നിന്നാൽ ഒരു പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചേക്കാം. അതിനപ്പുറത്തേക്ക് ഒരു ടീമായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് ഒരു ഗോളിന് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥ സക്സസ് നമ്മളിലേക്ക് എത്തുന്നത്. നമ്മൾക്കറിയാൻ കഴിയും, നമ്മൾക്കൊരു കയ്യിലെ ഒരു വിരൽ ഉപയോഗിച്ചുകൊണ്ട്
നമുക്ക് വലിയൊരു ഭാരം ഉയർത്തുവാനായിട്ട് ഒരു പക്ഷേ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ നമ്മുടെ കൈകളിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നേച്ചറും സ്വഭാവവും സൈസും രൂപങ്ങളും ഒക്കെയുള്ള നമ്മുടെ വിരലുകൾ ഒരുമിച്ച് ചേരുമ്പോൾ അത് കൈയായിട്ട് മാറുകയും ആ കൈ ഉപയോഗിച്ചുകൊണ്ട് വലിയ വലിയ ജോലികളും കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. അത്തരത്തിൽ തന്നെയാണ് ഒരു ടീം എന്ന് പറയുന്നതും. എല്ലാ ആളുകൾക്കും ഒരേ രീതിയിലുള്ള കഴിവായിരിക്കണമെന്നില്ല. ചില ആളുകൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കാം, മറ്റു ചില ആളുകൾക്ക് ലീഡർഷിപ്പ് സ്കില്ലായിരിക്കാം, മറ്റു ചില ആളുകൾ പ്ലാനിങ് ചെയ്യാനും ഡയറക്ഷൻ ചെയ്യാനും ഒക്കെ കഴിവുള്ള ആളുകളായിരിക്കാം. പക്ഷേ ഇവരെല്ലാവരും കൂടി ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് കൃത്യമായിട്ടുമുള്ളൊരു സക്സസ് ഒരു സിസ്റ്റത്തിൽ ക്രിയേറ്റ് ആവുന്നത്. യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്സിൻ്റെ വിജയം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു ഒരു വ്യക്തിയുടെ വിജയമല്ല. ഒരുപറ്റം ആളുകൾ അശ്രാന്ത പരിശ്രമത്തിലൂടെ അവരുടെ പരിശ്രമങ്ങളുടെ ഫലമായിട്ട് കിട്ടുന്ന ആകത്തുകയാണ് യഥാർത്ഥത്തിൽ ഒരു റിയൽ സക്സസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് നമ്മൾ ഇന്നിവിടെ കൂടുവാനുള്ള കാരണവും. എന്താണ് ഇത്രമാത്രം ഒരു യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെപ്പോഴും സപ്പോർട്ടീവ് ആയിരിക്കണം, നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കണം. കാരണം ഒരു സൂം സെഷൻ കഴിഞ്ഞാലും ഒരു പ്ലാൻ പ്രസൻറ്റേഷൻ കഴിഞ്ഞാലും ഈവൻ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ പോലും പലപ്പോഴും അവൻ്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് വളരെ നന്നായിരുന്നു, കൺഗ്രാജുലേഷൻ എന്ന് നമ്മളൊന്ന് അഭിസംബോധന ചെയ്ത് അവനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും അവിടെ സംഭവിക്കുന്നത് അവരുടെ ഒരു കോൺഫിഡൻസ് ആണ് അവിടെ ബൂസ്റ്റപ്പ് ആകുന്നത്. അത്തരത്തിൽ ആ കോൺഫിഡൻസിൻ്റെ ഒരു ആകത്തുക യൂണിറ്റി എന്ന ഒരു പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് മാറുന്നു. കാരണം നമ്മൾക്കറിയാൻ പറ്റും, ഒരാൾ വീണു പോകുമ്പോൾ അവനെ കൈപിടിച്ചുയർത്തുവാനും ഒരാൾ തകർന്നു പോകുമ്പോൾ ഡോണ്ട് വറി വി ആർ വിത്ത് യു എന്ന് നമ്മൾക്ക് തൻ്റെ ഇടത്തോടു കൂടി അവനോട് പറയാൻ സാധിക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ കൃത്യമായിട്ടും ഒരു യൂണിറ്റി ഉണ്ടാവണം. ഒരുവൻ്റെ വിജയം കൃത്യമായിട്ടും നമ്മൾ സന്തോഷത്തോടു കൂടി തന്നെ നേരിടണം. കാരണം അവനെ അസൂയയോടുകൂടിയും ശത്രുതയോടും കൂടി നോക്കിക്കാണുന്ന ഏതൊരു സാഹചര്യത്തിലും നമ്മളാണ് അവിടെ നശിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അത്തരത്തിൽ ഒരു യൂണിറ്റിയോടുകൂടി മറ്റൊരുത്തൻ്റെ വിജയത്തെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ അത് നമ്മുടെ വിജയമായി മാറും. കൃത്യമായിട്ടും അത്തരത്തിലൊരു ഗ്രാറ്റിറ്റ്യൂഡുള്ളൊരു വ്യക്തികളായിട്ട് നമ്മൾ മാറണമെന്നാണ് ഈ ഒരു സുദിനത്തിൽ എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഏറ്റവും സ്പീഷ്യസ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് സക്സസ് തന്നെയാണ്. ഞാൻ സൂചിപ്പിച്ചു, ഫ്രീഡവും യൂണിറ്റിയും സക്സസ്സും ഒത്തുചേരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ ചരിത്രം കുറിക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നത്. എന്താണ് ഈ സക്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ കൊടുത്തുകൊണ്ട് നമുക്കൊരു സക്സസ്സിനെ നിർവചിക്കുവാൻ ഒരുപക്ഷെ സാധിച്ചു എന്ന് വരില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഓരോ ആളുകളും ആഗ്രഹിക്കുന്ന സക്സസ് പല തരത്തിലാണ്. ചില ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക റവല്യൂഷൻ, സാമ്പത്തിക വിപ്ലവം സൃഷ്ടിക്കലാണ് സക്സസ് എങ്കിൽ മറ്റു ചില ആളുകൾക്ക് നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്നതിലായിരിക്കും അവരുടെ സക്സസ്. ചില ആളുകൾക്ക് ക്വാളിറ്റിയുള്ളൊരു ഫാമിലി ലൈഫായിരിക്കും അവരുടെ സക്സസ് എങ്കിൽ മറ്റു ചില ആളുകൾ സമൂഹത്തിൽ വലിയൊരു പേരെടുക്കലായിരിക്കും അവരുടെ സക്സസ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ചോദിക്കണം, എന്താണ് എൻ്റെ സക്സസ് എന്ന് ചോദിച്ച് അതിനുള്ള ഉത്തരം കിട്ടുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റണം, ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾക്ക് സക്സസ്സിന് അടിസ്ഥാനമായിട്ടുള്ള മൂലധനം. ആക്യുറേറ്റായിട്ട് എല്ലാ ദിവസവും നമുക്ക് കൃത്യതയോടുകൂടി നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റുന്നുണ്ടോ? ഇന്ന് ഈ പ്രൊജക്റ്റിനെ പറ്റി ഏറ്റവും പ്രിയങ്കരനായ എൻ്റെ അപ്ലൈൻ ലീഡർ രാജേഷ് കുമാർ സാർ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ തുടക്ക സമയങ്ങളിൽ നമ്മൾക്കൊന്ന് റെഫർ ചെയ്യുവാനോ നമ്മൾക്കൊന്ന് പരിചയപ്പെടുത്തുവാനോ നമുക്കൊന്ന് ചൂണ്ടിക്കാണിക്കുവാനോ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ആയിട്ട് ഒരാളെ വിളിച്ചു പറയാനോ പോലും സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പ്രൊജക്റ്റിൻ്റെ തുടക്കത്തിൽ. അവിടെയൊക്കെ കൃത്യമായിട്ടും റിജക്ഷൻ അല്ലാതെ, പേടിപ്പെടുത്തുന്ന സ്വരങ്ങളല്ലാതെ മറ്റൊന്നും നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അവിടെ പകച്ചു പോയിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സക്സസ് മാത്രമല്ല, ഏകദേശം ഒരു 15,000-ൽ പരം കുടുംബങ്ങളുടെ സക്സസ്സിലേക്ക് പോലും അവർ കടന്നു വരില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും ഒരു പറ്റം ആളുകൾക്ക് ഈ പ്രൊജക്റ്റ് നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ കരുത്തും കരുതലായി മാറിയത് എന്നും ഞങ്ങൾക്ക് ഈ കമ്പനിയുടെ MD സാർ തന്നെയായിരുന്നു. അതിനുശേഷമാണ് നമ്മൾക്ക് കൃത്യമായിട്ടും ഈ ബിസിനസ്സിൻ്റെ സിസ്റ്റം ഡെവലപ്പ് ആവുന്നതും അതിനുശേഷമാണ് നമ്മൾക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇന്നത്തെ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സൂം സെഷനുകളും മീറ്റിംഗ് സെൻറ്റേഴ്സുകളും ഒക്കെ നമ്മൾക്ക് ലൈവായി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്കറിയാൻ പറ്റും, ഈ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന അസ്വരസ്യങ്ങൾ നമ്മൾക്കൊരിക്കലും നല്ലൊരു സക്സസ്സിലേക്ക് പോകുവാനായിട്ട് സാധിക്കില്ല. അപ്പം നമ്മൾ ചോദിക്കും, ഈ സക്സസ്സിനെ പറ്റി നമ്മൾ സ്റ്റെപ്സ് എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഏറ്റവും ഭയാനകമായിട്ട് കടന്നു വരുന്ന അവസ്ഥ പേടി തന്നെയാണ്. എങ്ങാനും ഞാൻ പരാജയപ്പെട്ടു പോയാലോ? നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കാറുണ്ട്, ഒരു പക്ഷേ ഞാൻ പരാജയപ്പെട്ടു പോയാലോ? ആ ഒരു പരാജയത്തെ അതിജീവിക്കലാണ് യഥാർത്ഥത്തിൽ സക്സസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പലപ്പോഴും സക്സസിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ പലരും പറയും ഫെയിലിയർ ആണ്. ഞാൻ വിശ്വസിക്കുന്നു
ഫെയിലിയർ ഈസ് നോട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് സക്സസ്. കൃത്യമായിട്ടും ഫെയിലിയർ ഈസ് എ പാർട്ട് ഓഫ് അവർ സക്സസ് എന്ന് വേണം നമ്മൾ പറയുവാനായിട്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുമ്പോൾ ഫെയിലിയറും ഉണ്ടാവും. ഇന്ന് വളരെ വലിയ രീതിയിൽ വിജയിച്ചു പോയിട്ടുള്ള ഏത് വിജയികളായിട്ടുള്ള ലീഡേഴ്സിനെ പരിശോധിച്ചാലും അവരുടെയൊക്കെ പിന്നാലെ ഉണ്ടായിരുന്നു ഫെയിലിയേഴ്സ്. ഒരുപാട് ഫെയിലിയറുകൾ അവർക്കും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഫെയിലിയർ ആവുന്ന ആളുകൾ ആ തോൽവിയെ വിധി കൽപ്പിച്ചുകൊണ്ട് ഫെയിലായ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ്ഡ് ആവുമ്പോൾ വിജയിക്കുന്ന ആളുകൾ ഫെയിലിയർ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അവസരങ്ങൾ തേടി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പം നമ്മൾക്ക് കൃത്യമായിട്ടും ഫെയിലിയർ എപ്പോഴും സക്സസിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ളൊരു ഘടകം തന്നെയാണെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മളൊന്ന് വീണാൽ കൃത്യമായിട്ടും നമ്മൾ അവിടെ നിന്നും എണീറ്റുകൊണ്ട് പഠിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാവണം. അതിന് നമ്മൾ പറയാറുണ്ട്, ഒരിക്കൽ നമ്മളിന്ന് ഫോൾ ഡൗൺ ചെയ്താൽ കൃത്യമായിട്ടും നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാൻഡപ്പ് ചെയ്തുകൊണ്ട് മൂവ് ഫോർവേഡ് പോകാനുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിലുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് ഈ 3 കാര്യങ്ങളും സ്വാതന്ത്ര്യത്തിൽ യൂണിറ്റിയും സക്സസ്സും നമ്മൾക്ക് വേണമെങ്കിൽ മറ്റൊരുവൻ്റെ വിജയത്തെ തടയുവാൻ നമ്മൾ തയ്യാറാവരുത്. മറ്റൊരുവൻ്റെ വളർച്ചയിൽ നമ്മൾക്ക് സഹായകരമാവാൻ പറ്റണം. മറ്റൊരാളെ ആവണം നമ്മുടെ ധർമ്മം. ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു യൂണിറ്റിയിലൂടെ വലിയൊരു സക്സസ്സിലേക്ക് പോകാനായിട്ട് സാധിക്കുക. ഈ ഒരു അവസരത്തിൽ കൃത്യമായിട്ടും ഫ്രീഡം നിങ്ങളുടെ ചിന്തകളിലും, യൂണിറ്റി നിങ്ങളുടെ ടീമിലും, അതുപോലെ സക്സസ് നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. എല്ലാ ആളുകൾക്കും വലിയ വിജയങ്ങളും വലിയ സ്വപ്നങ്ങളും കീഴടക്കുവാൻ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം തന്നിരിക്കുന്നത് നിറഞ്ഞ കയ്യടിയോട്, നിറഞ്ഞ സ്വീകാര്യതയോടുകൂടി തന്നെ നിങ്ങളതിനെ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ സംഘാടകർക്കും, അതുപോലെ തന്നെ നമ്മൾക്ക് ഈ പ്രോഗ്രാമിന് ഏറ്റവും ചുക്കാൻ പിടിക്കുന്ന ഏഷ്യ പ്രൊമോട്ടർ ആയിരിക്കുന്ന ജോജോ സാർ, എല്ലാ ആളുകൾക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, എൻ്റെ ടീം മെമ്പേഴ്സ്, എൻ്റെ അസോസിയേറ്റ്സ്, എല്ലാ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എനിക്ക് തന്ന ഈ ഒരു എളിയ എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ നിർത്തുന്നു. താങ്ക് യു സാർ.
സോ മച്ച്. താങ്ക് യു. എക്സലന്റ് പെർഫോമൻസ് ആയിരുന്നില്ലേ? ആണോ? നല്ലൊരു കൈഡി കൊടുക്കുക. അടുത്ത പെർഫോമൻസ് ഇതിനേക്കാളും സൂപ്പർ ആണ്. ബിക്കോസ് നമ്മുടെ കമ്പനിയിലേക്ക് നോക്കുമ്പോൾ ഈ കമ്പനിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, രാവിലെ മുതൽ രാത്രി എല്ലാ ദിവസവും, ഒരുപക്ഷെ ക്രിസ്മസും ഓണവും വെഡിങ് ആനിവേഴ്സറിയും ഒന്നും തന്നെ വീട്ടിലിരുന്നുകൊണ്ട് ആഘോഷിക്കാത്ത, എല്ലാം ടീമിനോടൊപ്പം ഏതൊരു സാഹചര്യത്തിലും ടീമിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഇന്ന് കേരളത്തിലും വെളിയിലും മഹാരാഷ്ട്രയിലും പല സ്ഥലങ്ങളിലും ബിസിനസ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന the one and only our സതീഷ് അഗസ്റ്റിൻ സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. the great leader സതീഷ് അഗസ്റ്റിൻ സാർ from എറണാകുളം. എല്ലാവർക്കും നമസ്കാരം. ഹോം എന്ന സിനിമയിലൊരു ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് ഉണ്ട്. അവിടെ പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും വന്നിരിക്കാം, ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഞങ്ങളുടെ ദൈവത്തെ കാണാൻ. ശരിയല്ലേ? ഒരു കയ്യടി എടുത്തേ. എൻ്റെ പേര് സതീഷ് അഗസ്റ്റിൻ, സ്ഥലം എറണാകുളമാണ്, എറണാകുളം ചിറ്റൂർ. ഞാൻ ആദ്യം പറഞ്ഞ ഇതിൽ തിരിച്ചു വരുന്ന വേറൊന്നുമല്ല, എൻ്റെ ദൈവത്തിനെ കാണുക എന്ന് പറഞ്ഞില്ലേ. കാരണം ഈ കാണുന്ന അവസ്ഥയൊന്നും ആയിരുന്നില്ല. എൻ്റെ പേഴ്സണലായിട്ട് അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ഞാനൊരു മെഡിക്കൽ റെപ്പായിരുന്നു. അവിടെ നിന്ന് നെറ്റ്വർക്ക് ഇൻഡസ്ട്രി എന്നതിലേക്ക് വരുന്നത് RMP എന്നുള്ളൊരു പ്രൊജക്റ്റോട് കൂടിയാണ്. ആ പ്രൊജക്റ്റിൽ വന്നു, അവിടെ നിന്ന് 1-2 കമ്പനികൾ ചെയ്തു. അതിനുശേഷം എല്ലാം വിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ട് ഞാനൊരു നിധി കമ്പനി വഴി കുറച്ച് ഫണ്ട് പോയി. ചെറിയ എമൗണ്ടൊന്നുമല്ല, കാരണം എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞൊരു കൂട്ടുകുടുംബമാണ്. ഞാനും ചേട്ടനും എല്ലാം ഉൾപ്പെടെ ഒരു 11 പേരുള്ള ഒരു കൂട്ടുകുടുംബമാണ്. അപ്പോൾ അതിൽ നമ്മളുടെ അക്കൗണ്ടിൽ പോവാന്ന് പറയുന്നത് 40 ലക്ഷം രൂപ അങ്ങനെ തന്നെ മൊത്തം പോയി. അതുകൂടാണ്ട് പുറത്ത് ഒരു 40 ലക്ഷം രൂപ വേറെയും. കാരണം നിധി കമ്പനി എന്ന് പറയുമ്പോൾ ഒരു മുത്തൂറ്റ് നിധി പോലെ എന്നൊക്കെ പറയുമ്പോൾ അത് ആ ഒരു സിസ്റ്റം പോലെയാണ് പറയുന്നത്. ഒരു ബോണ്ടൊക്കെ കിട്ടും എന്ന് പറഞ്ഞു, ഒരു ഉണ്ടേയില്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഒരു ദിവസം നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഓണർമാരായിട്ടുള്ളവരൊക്കെ മുങ്ങി, അവർ പിടിച്ചു, നമ്മളുടെ പൈസ പോയി കിട്ടി. ഈ 40 ലക്ഷം രൂപ പോവാന്നുള്ളതല്ല, അതിനുശേഷമുള്ള ഓരോ ദിവസങ്ങളിലും ഒരു ടെൻഷനാണ്. കാരണം വീട്ടിൽ നിന്നുള്ള ഫണ്ട് എന്ന് പറയുന്നതൊക്കെ എൻ്റെ അപ്പച്ചൻ ഒരു സാധാരണക്കാരനാണ്, ഒരു ചെറിയൊരു കടയുണ്ട്. അപ്പോൾ കടയിൽ ഓരോ ദിവസങ്ങളിലും കിട്ടുന്ന പൈസ എടുത്തിട്ട് ഈ ഗോകുലം ചിട്ടി പോലെയുള്ളതിലേക്ക് കൊടുത്തൊക്കെ ആൾ കൂട്ടിക്കൊണ്ടിരുന്ന പൈസയുണ്ട്. ചേട്ടന് വേണ്ടിയിട്ട് വീട് വെക്കാൻ വേണ്ടിയിട്ട് വെച്ച പൈസയുണ്ട്. എന്തിനു പറയുന്നു, ആധാരം വരെ വെച്ചിട്ട് ആ പൈസ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പിറ്റേ ദിവസം മുതൽ നമ്മൾ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് നമ്മളെ അടുത്ത കുരുക്കിൽ പെടുത്താനുള്ള ഒരു സാമാനം അല്ലെങ്കിൽ ഒരു കുന്ത്രാണ്ടം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അതെടുത്തിട്ട് കുത്തിക്കഴിഞ്ഞാൽ അവർ പറയുന്ന കുറേ ആപ്ലിക്കേഷനുകളുണ്ട്, ചുമ്മാ കുത്തി കളിക്കാം. അവർ ചോദിക്കുന്നതൊക്കെ അനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് ആധാർ നമ്പറും പാൻ നമ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ പൈസ കിട്ടും. മനസ്സിലായല്ലോ? ബജാജ് ഫിനാൻസ് തന്നെ 3 ഉണ്ട്. ക്രെഡിറ്റ് ബി വേറെ, ഒലിവ് വേറെ, ഹോം ക്രെഡിറ്റ് വേറെ. അറിയാത്തൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഒരു 10-12 എനിക്കറിയാം. ചിലർ പേഴ്സണലായിട്ട് വിളിച്ചു ചോദിക്കട്ടെ, സാറേ പെട്ടെന്നൊരു എമർജൻസിയാണ്. കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ നിന്നൊരു സാർ എന്നെ വിളിച്ചായിരുന്നു, സാർ പെട്ടെന്ന് കിട്ടാൻ ഏത് ലോണാണുള്ളതെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നു. ആ കുന്ത്രാണ്ടത്തിൽ നിന്നൊക്കെ കുത്തി പിറ്റേ മാസം മുതലാണ് പ്രശ്നങ്ങൾ തുടങ്ങണേ. ഇതൊക്കെ തിരിച്ചടക്കണ്ടേ? അതുമാത്രം ഒരു മാസം 65,000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ എന്നായി. അതുമാത്രം ഒരു വല്ലാത്തൊരവസ്ഥ. ആകെ പ്രശ്നങ്ങളിൽ നിൽക്കുന്നു. അപ്പൻ വരെ പറയുന്നുണ്ട്, എടാ വല്ല കൂലിപ്പണിക്ക് പോയിക്കൂടെ, കാരണം ഒരു 1000 രൂപയെങ്കിലും കിട്ടുമല്ലോ എന്ന്. കാരണം അപ്പച്ചന് മനസ്സിലാവുന്നില്ല, കാരണം ഒരു ദിവസം 1000 രൂപ കിട്ടിയോണ്ടൊന്നും എൻ്റെ ബാധ്യത തീരില്ലല്ലോ. പ്രതീക്ഷകൾ കൈവിട്ടില്ല.
ആകെയുള്ളൊരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് കുടുംബ പ്രാർത്ഥന ചെല്ലിയിരിക്കണം നിർബന്ധമാണ്. എൻ്റെ ഏറ്റവും പീക്കിരി ആയിട്ടുള്ള എനിക്ക് 3 കുട്ടികളാണ്. അപ്പോൾ ഈ പീക്കിരി അടക്കം ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ദിവസം എനിക്കൊരു കോള് വരുന്നു. സാർ, എൻ്റെ പേര് സുരേഷ് ചാമി എന്നാണ്, സാറിനൊന്ന് കാണാനാണ്. ഞാൻ പറഞ്ഞു, സാർ നെറ്റ്വർക്കാണോ? ഇല്ല സാർ, ഒന്ന് കാണണം. ഞാൻ പറഞ്ഞു, ഓക്കെ സാർ വരുമ്പോൾ എന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. സാർ എന്നെ എടപ്പള്ളിയിൽ നിന്നിട്ടാണ് സാർ എന്നെ വിളിക്കുന്നത്. ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ലൊക്കേഷൻ കൊടുത്തു. എൻ്റെ വീട്ടിലേക്ക് ഒരു വാഗണാർ കാർ കയറി വന്നു. അതിൽ സാറ് വന്നിറങ്ങി. ഞാനും എൻ്റെ ചേട്ടനും കൂടി ഇരുന്നിട്ട് പ്ലാൻ കേട്ടു. നമ്മളിപ്പോൾ പറയുന്നത് പോലെ വലിയ ലാപ്ടോപ്പ് വെച്ചിട്ടൊന്നുമല്ല, സാർ ഒരു പേപ്പറിൽ എന്നെ കാണിച്ചു തന്നു. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് സാറിനെ സംബന്ധിച്ച് സാറിൻ്റെ ക്രിപ്റ്റോ കറൻസി എന്നുള്ളൊരു മേഖലയെക്കുറിച്ചിട്ടുള്ളൊരു അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് സാറിന് അറിയാം. അതുകൂടാതെയുള്ള ഇന്നിപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ടക്കോറ മാർട്ട് പോലെയുള്ള പ്രൊജക്റ്റുകളൊക്കെ സാർ ഒരു ഇ-കോമേഴ്സ് പ്രൊജക്റ്റ് എന്നുള്ള രീതിയിലേക്ക് അത് ഡിസൈൻ ചെയ്ത് അത് വ്യക്തമായിട്ട് സാറൊരു എനിക്ക് തോന്നുന്നു 2023 സാർ ഒരു 2020 കാലഘട്ടം മുതലേ അല്ലേ സാർ? ആ കാലഘട്ടം മുതലേ സാർ ഇത് ഓരോന്ന് എഴുതി എങ്ങനെ ആയിരിക്കണമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് നിന്ന ആ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ചാടി എണീറ്റു. ഓക്കെ എന്ന് പറഞ്ഞു. അന്ന് മുതൽ സാറിൻ്റെ കൂടെ കൂടിയതാണ്. അപ്പോഴാണ് എൻ്റെ കൂടെ എൻ്റെ ഒരു അനുജനായിട്ട് എന്നോടൊപ്പം കൂടെ നിൽക്കുന്ന ഒരാളുണ്ട്, റഷീദ് എന്ന പേര്, കോഴിക്കോടുകാരനാണ്. റഷീദ് സാർ അന്ന് എൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ റഷീദ് സാറും കൂടി വന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഭരണകാലത്തൊരു പ്രോഗ്രാമിന് വരുന്നു, 2 ഡേ ക്യാമ്പിന് വരുന്നു. അതിനു മുന്നേ ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇടുക്കിയിലുള്ള പ്രോഗ്രാമിന് വന്നു. അവിടെ നിന്നാണ് ഞങ്ങളുടെ ഒരു ട്രെയിനിങ് എന്ന് തന്നെ പറയാം. അങ്ങനെ ഞാനും റഷീദ് സാറും കൂടി സ്റ്റാർട്ട് ചെയ്തു. ഓരോ ഏരിയകളിൽ ഇറങ്ങി. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളുടെ ഷീബ മാഡം എന്ന് പറയുന്ന നമ്മളുടെ ഇവിടുത്തെ എന്താ പറയുക ജാൻസി റാണി എന്ന് എന്തൊക്കെയോ പറഞ്ഞ ആൾക്കാർ പേടിപ്പിക്കുന്നുണ്ട്, ആ മാഡം വരുന്നത്. ആ മാഡം വന്നതിന് ശേഷം മാഡം വന്നപ്പോൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, സാർ എനിക്ക് എൻ്റെ ടൈം എന്ന് പറയുന്നത് എനിക്ക് പഠിപ്പിക്കുന്ന ടൈം കഴിഞ്ഞിട്ടൊരു ചെറിയൊരു സമയം കിട്ടുമ്പോൾ ഞാൻ വരാം, ആ സമയത്ത് നമുക്ക് 1-2 പേരെ കാണാം. അങ്ങനെ മാമിൻ്റെ കൂടെ വന്നു. ഞങ്ങളങ്ങനെ കായംകുളം എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് ചെന്നു. അവിടെ നിന്ന് തുടങ്ങി. അവിടെയുള്ള ഏറ്റവും വലിയ ലീഡേഴ്സായിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഡോൺ സാർ ആയിക്കോട്ടെ, അജിത് സാർ ആയിക്കോട്ടെ, സുമേഷ് സാർ ആയിക്കോട്ടെ, വിപിൻ സാർ ആയിക്കോട്ടെ, ദീപ മാം, അങ്ങനെ ഒത്തിരി വ്യക്തിത്വങ്ങളുണ്ട്. ഓരോരുത്തരെയും കണ്ടു, അവരുടെ കൂടെ ഇരുന്നു, അവരോടൊപ്പം സാറ് പറഞ്ഞതുപോലെ അവരോടൊപ്പം നിന്നു. വീടൊക്കെ വിട്ടിട്ട് പോവുക. അങ്ങനെ നിന്നു. അങ്ങനെ നിന്നിട്ടാണ് ഓരോ സ്ഥലത്തും ഓരോരുത്തരെയും ഇങ്ങനെ പഠിപ്പിച്ച് ഓരോരുത്തരെയും നട്ട് പിടിപ്പിച്ച് പോയി. ഇന്ന് വലിയൊരു ടീമായി. ഈ പറഞ്ഞ ഉഷാകുമാരി മാമിൻ്റെ ടീമാണെങ്കിലും തന്നെ മല്ലപ്പള്ളി, മലപ്പുറം, ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ. അതുപോലെ തന്നെ കൊച്ചി ടീം വന്നു എന്നോടൊപ്പം. എൻ്റെ ആദ്യത്തെ പ്രശ്നങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാർ അവരൊക്കെ എൻ്റെ കൂടെ വന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ആയി ഇന്നിപ്പോൾ ഏത് സ്ഥലം എന്ന് പറയാൻ പറ്റില്ല, എല്ലായിടത്തും ടീമുണ്ട്. എല്ലാ ബാധ്യതകളും തീർത്തു. ഒറ്റ ഐഡിയ ഉള്ളൂ, DHC 58081, പാസ്വേഡ് സതീഷ് 1977. അടിച്ചു നോക്കിക്കോളൂ. ഒരു ദിവസം 1500 USDT ആണ് കാണുക. പക്ഷെ ഞാൻ നട്ടു പിടിപ്പിച്ച് ഓരോരുത്തരെ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ കൂടി ഒരു വരവുണ്ടാവും. കാരണം ഞാൻ കേരളം ടീച്ചർക്ക് വിട്ടുകൊടുത്തു. ഇനി കേരളത്തിന് പുറത്തുള്ള കളിയാണ്. ഒത്തിരി സന്തോഷം. കാരണം എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനോട് കാണാൻ സാധിച്ചല്ലോ, ഒത്തിരി സന്തോഷം. ഒരു ഫാമിലിയായിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഈ ബിസിനസ്സിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയുന്നു, നിങ്ങൾ എത്ര ബാധ്യതയുണ്ടോ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, ചിലപ്പോൾ നിങ്ങൾക്ക് പിടുത്തം കിട്ടാണ്ട് ഇനി എന്താ ചെയ്യാന്ന് പോലും നിൽക്കുന്ന ഒരു അവസരത്തിൽ നിങ്ങളെ തൊട്ടടുത്തൊരു കൂട്ടുകാരനായിട്ടായിരിക്കാം ചിലപ്പോൾ വരുന്നത്. ഒരു നിമിത്തമായിട്ട് വന്നിട്ട് പറയും, നീ വാ, ഒരു പ്രൊജക്റ്റ് ഉണ്ട്, നമുക്കൊന്ന് കേട്ട് നോക്കാം. കാരണം അത്രയ്ക്ക് ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടെ ടക്കോറ മാർട്ട് സാറ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്യൂട്ടി ഇത്രയേ ഉള്ളൂ, ടക്കോറ മാർട്ട് എന്ന് പറയുന്നതിനെ മാക്സിമം എല്ലാവരും പ്രൊമോട്ട് ചെയ്യുക. കാരണം അതാണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഒത്തിരി സന്തോഷം എല്ലാവരും കണ്ടതിൽ. താങ്ക് യു വെരി മച്ച്. അടുത്ത ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് തന്നെയാണ്. നമ്മുടെ മെയിൻ കോറിലുള്ള ഏക ദ വുമൺ ഷിബ മാമിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഷിബ മാമിനെ മീറ്റ് ചെയ്യുന്ന സമയം ഇതേപോലെ തന്നെയാണ്, ഭരണങ്ങാനത്ത് വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളുള്ളൊരു മാഡമാണ്. മറ്റുള്ളവരെ പോലെയല്ല,
ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട്, എന്താണ് വിഷൻ, എന്താണ് ഗോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും ഷിബ മാം പറയുന്നൊരു കാര്യമുണ്ട്. എനിക്കറിയാവുന്നൊരു സ്ഥലമുണ്ട്, കായംകുളം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ആ സ്ഥലത്ത് ഒരുപാട് സിംഗിൾ മദറുകളുണ്ട്, ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? അത്രമാത്രമേ അവരുടെ വിഷനുള്ളൂ. അങ്ങനെ ആ വിഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ഏരിയ ടീം എന്ന് പറഞ്ഞൊരു ലീഡേഴ്സിനൊക്കെ ഗ്രൂപ്പൊക്കെ സാറ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ 5 മണിക്കും 3 മണിക്കും 4 മണിക്കൊക്കെ അതിൽ മെസ്സേജ് വരും, ഇന്നാരാ BOP എടുക്കുന്നതെന്നൊക്കെ മെസ്സേജ് വരും. അപ്പോൾ ഞാൻ മെസ്സേജ് ഇടും. അത്ര മോർണിംഗിലല്ലാത്തതുകൊണ്ട് ഞാൻ മെസ്സേജ് ഇടും, മാം എന്തിനാണ് ഇത്ര നേരത്തെ ഇടുന്നതെന്ന് ചോദിക്കും. അപ്പം മാം പറയുന്നൊരു കാര്യം, വീട്ടിൽ ഭർത്താവുണ്ട്, വീട്ടിൽ +1 പഠിക്കുന്നൊരു കുട്ടിയുണ്ട്, ഒരു മോളുണ്ട്. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ചതിന് ശേഷം 5 മണിക്ക് ട്രെയിൻ കയറി കായംകുളത്ത് ചെന്ന് അവിടെയുള്ള ഓരോ ആളുകളുടെ വീട്ടിൽ ചെന്ന് ബിസിനസ് പ്ലാൻ ഷെയർ ചെയ്ത് ഇൻസൾട്ടഡ് ആയി ഒരുപാട് ആളുകൾ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞെങ്കിലും ഇന്ന് കായംകുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരുപാട് ആളുകളാണ് സ്വന്തമായിട്ട് കാറും സ്വന്തമായിട്ട് വീടും ഇന്ന് നേടിയിരിക്കുന്നത്. ഒരൊറ്റ വുമനാണ്, ദ ഗ്രേറ്റ് ലീഡർ, ദ ഗ്രേറ്റ് മെന്റർ ഷീബ കിങ്ങിണി മാമിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. 100-ന് മുകളിലുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് കാറെന്ന് പറയുന്ന സ്വപ്നം ഫുൾഫിൽ ചെയ്തിട്ടുള്ള ഒറ്റ പവർ കൊണ്ട് സിംഗിൾ മദറായിട്ടുള്ള ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ദ വൺ ആൻഡ് ഓൺലി അവർ ഗ്രേറ്റ് ലീഡർ ഷീബ മാമിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു ജോജോ സാർ. നമസ്കാരം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഒരുപാട് മഹാന്മാരുടെ പോരാട്ടത്തിൻ്റെ ഫലമാണല്ലേ നമ്മളിന്ന് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. അതിനുവേണ്ടി പോരാടിയ എല്ലാ മഹാത്മാക്കൾക്കും പ്രണാമം അർപ്പിക്കുന്നു. ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം ഡോളർ ഹബ് ഇൻ്റർനാഷണൽ തക്കാറാമാട്ടിൻ്റെ MD സുരേഷ് ചാമി സാറിൻ്റെ വലിയൊരു വിഷനാണ്. ഇതിൽ വരുന്ന ഓരോരുത്തരെയും കോടീശ്വരന്മാരാക്കുക, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതിനാണ്ടാണ് സാറിന്ന് ഈ ദിനം തന്നെ തിരഞ്ഞെടുത്തത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഓരോരുത്തരും ഫിനാൻഷ്യൽ ഫ്രീഡം ഫൈറ്റേഴ്സാണ്. എൻ്റെ പേര് ഷീബ, കോട്ടയം ഏറ്റുമാനൂരാണ് വീട്. യൂണിവേഴ്സിറ്റിയിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. അതിനിടയിലാണ് ഈ കമ്പനിയെക്കുറിച്ചും പ്രോജക്റ്റിനെക്കുറിച്ചുമൊക്കെ അറിയാൻ സാധിച്ചത്. അത് പഠിച്ച് മനസ്സിലാക്കി അതിലേക്ക് ഇറങ്ങി. ആ സമയത്ത് എന്നെ സംബന്ധിച്ച് ഡോളർ ഹബ് ഇൻ്റർനാഷണൽ എന്നുള്ളത് വലിയൊരു ചരിത്രം തന്നെയാണ്, അത് വലിയൊരു കഥ തന്നെയാണ്. ഇതിലേക്ക് വരാനുണ്ടായ സാഹചര്യവും പ്രവർത്തിക്കുന്നതുമൊക്കെ. പക്ഷെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട സതീഷ് അഗസ്റ്റിൻ എന്ന ഒരു സിസ്റ്റന്റ് മാനിലൂടെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് ഇത്രയ്ക്കധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചത്. എൻ്റെ വിഷയം സോഷ്യോളജിയാണ്. ആരൊക്കെ അത് പഠിച്ചിട്ടുണ്ടെന്നറിയില്ല. പ്രശസ്തനായ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ്റെ നിർവചനപ്രകാരം സോഷ്യോളജി എന്നാൽ സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ്. സമൂഹമെന്ന് പറയുമ്പോൾ അദ്ദേഹം വീണ്ടും അതിനെ നിർവചിച്ചിരിക്കുന്നത് അത് മനുഷ്യരുടെ ഒരു ചിലന്തി വലയെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനായിട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ്, മനുഷ്യനെക്കുറിച്ചാണ്. ഞാൻ പഠിച്ചതും പഠിപ്പിച്ചതും പ്രവർത്തികമാക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് ഡോളർ ഹബ് ഇൻ്റർനാഷണലിലൂടെ എനിക്ക് ഇവിടെ ലഭിച്ചത്. അതിൻ്റെ ഒരു സന്തോഷവും സ്വാതന്ത്ര്യവും എനിക്കത് അനുഭവിക്കാനും സാധിച്ചിട്ടുണ്ട്. അതിലൂടെ ഒക്കെ ഒരുപാട് എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം, ഒരു പ്രൊഫസറാകുമ്പോൾ നമ്മൾ പഠിപ്പിച്ച് സമർപ്പിക്കുന്ന ഒരു പ്രബന്ധമുണ്ട്. മനുഷ്യനെയും മനസ്സിനെയും തലനാരിഴ കീറി മുറിച്ച് അപഗ്രഥിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ ഫൈൻഡിങ്സ് ഉണ്ട്. നമ്മളത് യൂണിവേഴ്സിറ്റിയിൽ സമർപ്പിക്കുന്ന കുറേ നേട്ടങ്ങളുണ്ട്. രതീഷ് സാറിനത് മനസ്സിലാകുമായിരിക്കും. അതിനപ്പുറമാണ് മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ, അവനെക്കുറിച്ച് പഠിച്ചപ്പോൾ, അവരുടെ മനസ്സ് മനസ്സിലാക്കിയപ്പോൾ കിട്ടിയ ഫൈൻഡിങ്സ്. ഡോളർ ഹബ് ഇൻ്റർനാഷണൽ എന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രബന്ധമുണ്ട്. ഞാൻ പഠിച്ചതും ഞാൻ പ്രവർത്തിച്ചതുമല്ല, ഞാൻ കണ്ടെത്തിയതൊന്നുമല്ല,
മനുഷ്യനും മനസ്സുമെന്ന് എനിക്ക് മനസ്സിലായ ഒരു 10 ഫൈൻഡിങ്സ് ഞാൻ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു 2030 ആകുമ്പോൾ എല്ലാവരും സ്വാതന്ത്ര്യത്തിലേക്ക് അല്ലെങ്കിൽ സമാധാനത്തിലേക്ക്, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ സുരേഷ് സ്വാമി സാർ എന്ന വലിയൊരു പ്രിൻസിപ്പലിന് ഞാനത് സമർപ്പിക്കുന്നതായിരിക്കും. ഇതെൻ്റെ ഒരു സന്തോഷമാണ്. കാരണം നമ്മൾക്ക് തരുന്നതൊന്നെന്താ, യൂണിവേഴ്സിറ്റി തരുന്നതൊന്നുമല്ല ഞങ്ങളുടെ ബിരുദങ്ങൾ, അതൊന്നുമല്ല നമ്മുടെ അറിവുകൾ. ഒരു ചട്ടക്കൂടിൽ നിന്ന്, വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ നിന്ന്, ചെറിയൊരു വണ്ടിയിൽ 6 കിലോമീറ്റർ അപ്പുറം യൂണിവേഴ്സിറ്റി എന്ന ഒരു 4 ചുവരുകൾക്കുള്ളിൽ ജീവിതം കഴിച്ചു കൂട്ടി അതിനുശേഷം ഈ ഡോളർ ഹബിലേക്ക് വന്നപ്പോൾ ആ 110 ഏക്കറിൻ്റെ പുറത്തേക്ക്, അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ ചുമരുകൾക്ക് പുറത്തേക്ക് എത്തിയപ്പോൾ ഒരുപാട് ആളുകളെ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും സാധിച്ചപ്പോൾ, അവരുടെ വിഷമങ്ങൾ മനസ്സിലായപ്പോൾ, ഈ കമ്പനിയുടെ സാധ്യത മനസ്സിലാക്കിയപ്പോൾ, ഇതാർക്കൊക്കെ കൊടുക്കാവോ അവർക്കെല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ജോജോ സാറും സതീഷ് സാറും പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ എത്തിപ്പെട്ടത് കായംകുളം എന്നൊരു മഹാരാജ്യത്തേക്കാണ്. സാമ്പത്തികമായിട്ട് ഒരു താഴേക്കിടയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളിലേക്കാണ്. അവിടെ കഴിഞ്ഞ ഓണത്തിന് 4 ലീഡേഴ്സിൽ നിന്നും തുടങ്ങിയ ഒരു യാത്രയാണ് ഇന്ന് 400ആയിട്ടും 4000ത്തിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരതെല്ലാം ഏറ്റെടുത്തപ്പോൾ ആ സ്ഥലത്തിൻ്റെ, ആ കായംകുളം എന്ന ആ ഒരു പ്രദേശത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ലേഡി എന്നൊരു ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കിയപ്പോൾ ഒരുപാട് അമ്മമാർ, ഭർത്താവ് മരിച്ചുപോയവർ, സിംഗിൾ മദേഴ്സായിട്ടുള്ള അമ്മമാരെ കണ്ടെത്തിയപ്പോൾ അവർക്ക് വേണ്ടി മാത്രമായി നിൽക്കണമെന്ന ഒരു ചിന്താഗതിയിലാണ് ജ്വാലാമുഖി എന്നൊരു ടീമും കൂടെ ഉടലെടുക്കുന്നത്. അതിൻ്റെ ഒരു ഫങ്ഷൻ ഞങ്ങൾ ഓഗസ്റ്റ് 2-ാം തീയതി നടത്തുകയുണ്ടായി. അതിൽ 10 അമ്മമാരാണ് സ്വന്തമായി കാറെടുത്തത്. ഗ്രൂപ്പിലൂടെ നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കും. അത് വലിയ വിജയം തന്നെയായിരുന്നു. ഒരുപാട് ആളുകൾ വിളിച്ച് ജ്വാലാമുഖി ഞങ്ങൾക്കും വേണം, ഞങ്ങളുടെ പ്രദേശത്തേക്കും വരണം എന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ CEO സുരേഷ് സ്വാമി സാറ് പാലക്കാടുകാരനാണെങ്കിലും താമസിക്കുന്നത് തൃശ്ശൂരാണ്. ശക്തൻ നഗർ എന്ന് പറയും. അതൊരു ശക്തൻ തമ്പുരാൻ്റെ നാടാണ്. എനിക്ക് സുരേഷ് സ്വാമി സാറിനെ സംബന്ധിച്ച് ഒരു ശക്തൻ തമ്പുരാൻ തന്നെയാണ്. അങ്ങനെ പാലക്കാട് നിന്ന് വന്ന നമ്മുടെ ശക്തൻ തമ്പുരാൻ, രാജ കുഞ്ഞിക്കുട്ട സുരേഷ് സ്വാമി തമ്പുരാൻ, ഞാൻ കിരീടം വെക്കാത്ത രാജാവ് എന്നാണ് വിളിച്ചിരുന്നത്. ഇന്ന് കിരീടധാരണവും നടന്നു. ഇന്ന് ആ കിരീടധാരണവും നടന്നു. അപ്പോൾ നമ്മളെല്ലാം ഈ തമ്പുരാൻ്റെ മക്കളാണ്, രാജാവിൻ്റെ പ്രജകളാണ്. റാണിയും കൂടെയുണ്ട്, ടക്കോറമാട്ടിൻ്റെ MD. അവർ ഫാമിലിയായി നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ആ തമ്പുരാൻ്റെ പ്രജകളായിട്ട് ഒരു കുടുംബമായിട്ട് പോകുന്നു. ഏറ്റവും സന്തോഷം എന്നുള്ളത്, കമ്പനിയിൽ വന്ന കാലം തൊട്ടേ എല്ലാ മീറ്റിങ്ങുകളും പങ്കെടുക്കുന്ന ഒരാളാണ്. ഇത്രയും വലിയൊരു ക്രൗഡഡ് മീറ്റിംഗ് കാണാൻ സാധിച്ചതിൽ, അനുഭവിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ എല്ലാം ആഗ്രഹം അതാണ്, നമുക്ക് കിട്ടിയതിനെ ഒരുപാട് പേരിലേക്ക് കൊടുക്കുക. ഒരു 30,000-ഓളം ഫാമിലി മെമ്പേഴ്സാണ് നമുക്കുള്ളത്. എല്ലാവരും കൂടെ എത്തിയാൽ ആ ഒരു അവസ്ഥ പറയേണ്ടതില്ല. അപ്പോൾ ഈ ബിസിനസ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയതാണ്. ജോജോ സാറ് പറഞ്ഞതുപോലെ വീടെല്ലാം ഉപേക്ഷിച്ച് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. സുരേഷ് സ്വാമി സാറിനോടും ടക്കോറമാട്ട് MD ബിന്ധ്യ മാമിൻ്റെയൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചത്, അവരോടൊപ്പം നടക്കാൻ സാധിച്ചത്, ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളെ വളർത്താൻ സാധിച്ചത് നമ്മുടെ ഗുരു കാരണവന്മാർ ചെയ്തു വെച്ച് പോയ പുണ്യത്തിൻ്റെ എന്തെങ്കിലും ഒരു ഫലമായിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ മക്കളുടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രാർത്ഥനയുടെ ഫലമായിരിക്കും. അല്ലെങ്കിൽ നമ്മളാരും ഈ ഒരു പ്രോജക്റ്റിലെത്തില്ല. അത്രയ്ക്കും നല്ലൊരു പ്രോജക്റ്റാണ് സുരേഷ് സ്വാമി സാറ് നമ്മൾക്കിവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആരാണോ നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞത്, അവരിലൂടെ തന്നെ എല്ലാം പഠിച്ച് പ്രവർത്തിച്ച് മുന്നേറിയാൽ ഏതൊരാൾക്കും സാമ്പത്തികമായിട്ടും ജീവിതം മുന്നേറാനും സാധിക്കും. ഇതൊരു നന്മയുടെ ബിസിനസ്സാണ്, സമാധാനത്തിൻ്റെ ബിസിനസ്സാണ്, സന്തോഷത്തിൻ്റെ ബിസിനസ്സാണ്, സമൃദ്ധിയുടെ ബിസിനസ്സാണ്. എപ്പോഴും കിട്ടും, എവിടെയും കിട്ടും, എന്തും കിട്ടും. ടക്കോറമാട്ട്
കിട്ടും ലാഭത്ത് കിട്ടും സന്തോഷം കിട്ടും ഡെക്കോറമാർട്ട് ഡെക്കോറമാർട്ട് India's most trusted e-commerce platform, Decoromart. Essentials at your fingertips.